ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു ഫുൾ, അതായത് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഇടുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം ആണ്. ഞാൻ വേറെ ഒന്നുമല്ല, ഞാൻ നമ്മുടെ കാറിനകത്ത് എന്താ പറയുക, ഒരു ആംബിയൻ ലൈറ്റിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വലിയ സംഭവമൊന്നുമില്ല, ആമസോണിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ട്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതും പിന്നെ ആ പ്രൊഡക്റ്റിനെ പറ്റിയായിരിക്കും ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കപ്പം നോക്കാം. ഇതാണ് ആമസോണിൽ നിന്ന് വരുന്ന കവർ കേട്ടോ, അവരുടെ തന്നെ കവറൊക്കെയാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് എങ്ങനെയാണ് സംഭവങ്ങളും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. റിവ്യൂ കണ്ട് വാങ്ങിച്ചതാണ്, ഒരു ആഗ്രഹം. അപ്പം ചുമ്മാ വാങ്ങിച്ചു നോക്കി, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കാറിന്റെ ആംബിയൻ ലൈറ്റിംഗ്. ഇത് യൂണിവേഴ്സൽ ആണ് കേട്ടോ, എല്ലാ കാറിലും നമുക്ക് വെക്കാൻ പറ്റും. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ അല്ല, നമ്മുടെ USB പോർട്ടിൽ അത് എന്താ പറയുക, പ്ലഗ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും സാധനങ്ങൾ അതിനകത്ത് വന്നിരിക്കുന്നത്. ഇതൊരു ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട്, പിന്നെ ഇത് അവരുടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ ആയിരിക്കും. പിന്നെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്യാപ്പ് ഇങ്ങനെ എന്താ പറയുക ഓപ്പൺ ആക്കിയിട്ട് അതിനകത്താണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത് കേട്ടോ, കയറ്റി ഇടുന്നത്. ഇതിന് റിമോട്ട്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ലൈറ്റ്. ഇത് രണ്ട് പീസായിട്ടാണ് വരുന്നത് കേട്ടോ, ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണ്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ വണ്ടിയുടെ ഡാഷിൻ്റെ ഗ്യാപ്പ് അനുസരിച്ച് നമുക്ക് അത് വെക്കാവുന്നതാണ്. ഇത് അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ, ചെറിയൊരു സ്ലിം ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഇത് അതിൻ്റെ USB അഡാപ്റ്ററാണ്. പിന്നെ ഇതിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നമുക്കിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് വണ്ടിക്കകത്തോട്ട് കയറാം കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ, എൻ്റെ i20 N-Line ആണ്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം അതൊരു ആംബിയൻ ലൈറ്റിംഗ് സെറ്റ് ചെയ്യണമെന്ന്. ഇത് നമ്മുടെ ബുള്ളറ്റ് കേട്ടോ, എല്ലപ്പോഴും എടുക്കാറുണ്ട്, ചെയ്യാൻ സമയം കിട്ടാറില്ല. അപ്പോൾ നമുക്ക് അകത്ത് കയറാം, ഇത് എങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഗ്രൂവ് ഉണ്ട് ഇവിടെ, ഈ ഒരു ഗ്രൂവ് പോയേക്കുന്നത്, അല്ല സോറി, ഈ ഗ്രൂവിനകത്ത് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് അറ്റം വരെ ആണോ എങ്ങനെയാണെന്നുള്ളത് നമുക്കിത് എവിടെയാണെങ്കിലും വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് 12 വോൾട്ടിൻ്റെ എന്താ പറയുക ഇതുണ്ടല്ലോ, കണക്ടർ കൊടുക്കുന്നത്, അവിടെ കൊടുത്തിട്ട് നമുക്ക് USB അഡാപ്റ്റർ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കൊടുത്താൽ ഈസി ആയിട്ട് സംഭവം വർക്കാവും. ഒരെണ്ണം മതി. ഇതെങ്ങനെ ഇതിനകത്ത് കയറ്റാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ഡോറയാണ് കേട്ടോ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. എന്തായാലും നമുക്കിത് എങ്ങനെയകത്ത് കയറും നോക്കാം കേട്ടോ. എന്തായാലും നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയും കാണിക്കാം. ഡോറ് തുറന്നു തരാൻ നോക്കിയിരിക്കും, ഒരു ഈച്ച വന്ന് കയറാൻ. ഇറങ്ങി പോയിച്ചേ, ഇതല്ലേ ഇതൊക്കെ എവിടെ നിന്ന് വന്ന് കയറുന്നാലേക്ക്. അതെ, സ്റ്റാർട്ട് ചെയ്തില്ല, അത് നടക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വളരെ പരിശ്രമം ചെയ്ത് കയറ്റി കേട്ടോ. അതായത് ആ ടൂൾ വെച്ച് നമ്മൾ തിക്കി ഗ്യാപ്പ്, അതായത് ഗ്യാപ്പ് എന്താ പറയുക, ഓപ്പൺ ആക്കി കയറ്റണം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കയറ്റി ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് പിന്നെ ഒരു ബെൻഡാണ്. ബെൻഡായി നമ്മുടെ എന്താ പറയുക സിസ്റ്റം ഇല്ലേ, മ്യൂസിക് സിസ്റ്റത്തിൻ്റെ അടിയിൽ കൂടെ പോകണം. ഇവിടേക്ക് കയറി ഇവിടെ വലിയ കുഴപ്പമില്ലാതെ കയറി ഇരിപ്പുണ്ട്. പിന്നെ ഇതെല്ലാം ഇടയ്ക്കൊരു ലോക്കുണ്ട്, ക്ലിപ്പ് ലോക്കുണ്ട്. അപ്പോൾ ആ ലോക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഇടയിലോട്ട് കയറ്റി വെക്കുക ചെയ്യുന്നത്. ഇതിനോട് 3M സ്റ്റിക്കറൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഒട്ടിച്ച് വെച്ചാൽ നമുക്കുള്ളതൊരു ഫിനിഷ് കിട്ടത്തില്ല. അങ്ങനെ അവിടം വരെ അത് എത്തി കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ ബെൻഡ് ഉണ്ടല്ലോ, ബെൻഡിനകത്തേക്ക് ഇത് കറക്റ്റായിട്ട് കയറുന്നില്ല. കാരണം ഈ സ്ട്രിപ്പ് അങ്ങനെ ബെൻഡ് ആവത്തില്ല. ഇത് നേരെ തന്നെ പോയിട്ട് അങ്ങനെ ചെറുതായിട്ട് നമുക്കൊന്ന് മടക്കാനേ, ഫോൾഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അത്ര ബെൻഡായിട്ട് നമുക്ക് അകത്തോട്ട് അത് ഫില്ലായി നിൽക്കത്തില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തു, കുറേ പണിയെടുത്തിട്ട് അവിടെ ആ ബെൻഡിൻ്റെ അവിടെ നിൽക്കുകയാണ്, സ്റ്റക്കായിട്ട്. എന്ത് ചെയ്യും എന്നുള്ള ഓപ്ഷനിൽ നിൽക്കുക കേട്ടോ. ഞാൻ ആദ്യം ആലോചിച്ചു ടെക്നീഷ്യനെ കൊണ്ട് ചെയ്യിച്ചോളൂ, പിന്നെ ഞാൻ തന്നെ അങ്ങ് ചെയ്തു. പിന്നെ ഇപ്പം ഞാൻ ഒരു വിധത്തിൽ അവിടെ ഇങ്ങനെ അതിനകത്തേക്ക് ഞാൻ പുഷ് ചെയ്ത് തള്ളി കയറ്റി എങ്ങനെയോ ചെറിയൊരു ബെൻഡ് പോലെ ഉണ്ടാക്കി. പണി ഗൈസ്. അതായത് നമ്മളിപ്പം എടുത്ത ലൈറ്റിന്റെ ലെങ്ത് കൂടുതൽ, നമുക്ക് എവിടെ വെച്ച് കട്ട് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഞാൻ ഇവിടെ അങ്ങ് അഴിച്ചിട്ട് സ്ക്രൂ കൊണ്ട് നോക്കിയിട്ട് പതുക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇതിനിടയ്ക്ക് കയറ്റാന്നുള്ള പ്ലാനാണ് ഇപ്പം നോക്കുന്നത് കേട്ടോ. നോക്കാം എങ്ങനെയാവും. അങ്ങനെ ഞാൻ ഇവിടം ഊരി കേട്ടോ. ഇവിടെ ഊരിയിട്ട് സ്റ്റിയറിങ്ങിൻ്റെ നമ്മുടെ മീറ്റർ വരുന്ന ഭാഗം ഊരി അതിനകത്തൂടെ ഞാൻ ആ രണ്ട് ലൈറ്റിൻ്റെയും വയറ് നമ്മളങ്ങനെ ഇട്ട് സ്റ്റിയറിങ്ങിൻ്റെ മേളിൽ കൂടെ എടുത്ത് താഴെ നമ്മൾ എത്തിച്ചു കേട്ടോ വയറ്. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഇവിടെ നമുക്ക് ഈ ഗ്രൂവിനകത്തൂടെ കയറ്റി ഇങ്ങനെ ഞാൻ കൊടുത്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അപ്പം ഇതൊക്കെ ജസ്റ്റ് എളുപ്പപ്പണിയാണ്, വലിയ പാടൊന്നും ഇല്ലായിരുന്നു. എന്തായാലും കൊടുത്തിട്ട് ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ. ഞാൻ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇരുട്ടായി, രാത്രിയായി തീർന്നപ്പോഴേക്കും ഞാനകത്ത് കയറിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വണ്ടി ഇൻറ്റീരിയർ. ഞാൻ ലൈറ്റ് ഇട്ടാണ്ട് നമുക്ക് കാണാം. ഇവിടെ സ്ട്രിപ്സ് നമ്മൾ ഇവിടെ കൂടെ എല്ലാം കൊടുത്തു. ഞാൻ സ്പെയർ ഇവിടെ ചെറിയൊരു പീസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ആക്കിയാലേ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. കാണിച്ചു തരാം. ഓക്കെ കേട്ടോ, ലൈറ്റ് ഓഫ് ചെയ്ത് തരാം. പക്ഷേ ഇതിൻ്റെ കണക്ഷൻ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ലൈറ്റിൻ്റെ ഫൈനൽ
ഇത് വന്നിരിക്കുന്നത്. ഇത് ഒത്തിരി കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അതായത് പല കളേഴ്സ് മാറി മാറി വരും. പിന്നെ നമ്മുടെ മ്യൂസിക്കിനനുസരിച്ച് ഇതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും പല കളേഴ്സ്. നല്ല രസമാണ് കേട്ടോ, വേർത്താണ്. ആമസോണിൽ അറൗണ്ട് 750-800 അത്രയൊക്കെ വരത്തുള്ളൂ. പക്ഷേ നല്ല രീതിയിൽ ഫിക്സ് ചെയ്യണം. ഞാനിതിൻ്റെ വയറെല്ലാം അകത്തൂടെയൊക്കെ എടുത്ത് ഇതിൻ്റെ ഈ സ്റ്റീറിങ്ങിൻ്റെ ഇടയിൽ കൂടെ എല്ലാം എടുത്ത് നമ്മളിവിടെ ഇവിടെയാണ് കൊണ്ടുവന്നേക്കുന്നുണ്ടോ, ഈ ഉണ്ട് ഇരുട്ടായിരിക്കും, ഇതുണ്ട് ഇവിടെ ഇതിൻ്റെ വയർ ഇങ്ങനെ പോയിട്ട് ഇതിനകത്തൂടെയൊക്കെ വന്നേക്കുന്നത്. സ്റ്റീറിങ്ങിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ ഒക്കെ ബാക്കിൽ കൂടെയാണ് വന്നേക്കുന്നത് കേട്ടോ. പക്ഷേ സംഭവം വെറുത്താണ്, രസമാണ് കാണാൻ. നമുക്കിത് വേണമെങ്കിൽ സിംഗിൾ കളർ ആക്കാം, പിന്നെ പാട്ടിനനുസരിച്ച് മാറും. സിംഗിൾ കളറാണ് സിംഗിൾ കളറാവും, ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ, എല്ലാ കളേഴ്സും ഉണ്ട്. വൈറ്റ് ആക്കണം വൈറ്റ് ആക്കാം, പിന്നെ വെട്ടം കൂട്ടാം, വെട്ടം കൂട്ടാം, കുറയ്ക്കാം. ഞാൻ ഏറ്റവും കുറച്ചായിട്ടിരിക്കുന്നത്, നമുക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻ വരില്ലല്ലോ ഡ്രൈവ് ചെയ്യുമ്പോൾ, കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ പല മോഡ്സ് ഉണ്ട്, ഇങ്ങനെ ഓരോ മോഡൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ പോകുന്നതാണ്. ഇത് മ്യൂസിക് പാട്ടിട്ടാലേ ഇതാവത്തുള്ളൂ കേട്ടോ, പാട്ടിട്ടാലേ വർക്ക് ആവത്തുള്ളൂ. പാട്ടിനനുസരിച്ചാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. പാട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകും. പിന്നെ ഓരോ മോഡുണ്ട് എന്നല്ലേ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഇതിൽ ലിങ്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. ആവശ്യമുള്ളവർ വാങ്ങിച്ചു നല്ല അപ്പം ആവശ്യമുള്ളവർ മേടിക്കുക. എനിക്ക് നല്ല വർത്തായിട്ട് തോന്നിയിട്ട്. എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. ലാസ്റ്റ് ചെയ്തില്ല നമ്മളപ്പോൾ തന്നെ കുറച്ച് പേരെ കളയും, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഇതുണ്ട് DC USB ഡ്രൈവിൻ്റെ അവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ സംഭവം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. ഇങ്ങനെ പോകുന്ന രസമാണ്. പക്ഷെ നല്ല രീതിയിൽ അത് ആ ഗ്യാപ്പിനകത്ത് നല്ല ഫില്ല് ചെയ്ത് കേട്ടണം കേട്ടോ. അതിനുള്ള ആ ടൂളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഞാനിവിടെ എല്ലാം ഓപ്പൺ ആക്കിയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് അത്രയും ക്ലിയർ ആയിട്ട് കിട്ടി. ഞാൻ ഈ AC വെൻറ്റിൻ്റെ അവിടെയൊക്കെ ഓപ്പൺ ആക്കിയായിരുന്നു. കറക്റ്റ് ഗ്യാപ്പ് സെറ്റായി നമുക്ക് കിട്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. സോ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലത്തെ ഈ പറഞ്ഞൊരു വെഹിക്കിൾ റിലേറ്റഡ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാനൊരു വെഹിക്കിൾ എന്തൂസിയാസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വണ്ടികളെ പറ്റി ഓരോന്നൊക്കെ ചെയ്യാനും വണ്ടി മോഡ് ചെയ്യാനും അങ്ങനെ പറയാനൊക്കെ ഇഷ്ടമാണ്. എൻ്റെ ഒരു i20 N-Line ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു സ്പോർട്ടി കാറാണ്. അപ്പോൾ ചെറിയൊരു ആഡോണാണ്, ഞാൻ തന്നെ അങ്ങ് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ബൈ, പിന്നെ കാണാം.